ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ വിഷ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സമയം 6:45 പതിവ് പോലെ ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ പിള്ളേർക്ക് സമ്മർ ക്യാമ്പ്. അത് കഴിഞ്ഞ ഒരാഴ്ച ലീവാണ്. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ കറുപ്പ് മൂവി കാണാൻ പോകണം കേട്ടോ. കുറേ ദിവസമായി ഞാൻ പോകണം എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് സൂര്യയുടെ മൂവിക്ക് പോകണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനന്ന് അതിരടിക്ക് അവരോട് പോവാൻ. ഞാൻ പറഞ്ഞു എനിക്ക് എന്നും കണ്ടില്ലേ, എനിക്ക് കറുപ്പ് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ നോക്കിയപ്പം ഇന്നും കൂടെ ഉള്ളൂ എനിക്ക് ആ ഒരു ഗോൾഡൻ ചാൻസ്. പിന്നെ പിള്ളേരെയും കൊണ്ട് പോക്കും വരവൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ പോയിട്ട് വരുന്നത്. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോകുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പല്ലാച്ചിയിൽ 9:40 ഒരു ഷോയും പിന്നെ 3 മണിക്കേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദിവസമായല്ലോ. പിന്നെ മോറോവർ തമിഴ് മൂവിയാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. പിള്ളേർക്ക് ഉപ്പുമാവ് കൊടുത്തു വിടാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. ലഞ്ചെല്ലാം ഡിമ്പിൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഡിമ്പിളിനും രാവിലെ എന്താ പറയുക ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡിമ്പിളും പോവും. അപ്പോൾ ഡിമ്പിൾ ഓൾറെഡി ഇന്നലെ രാത്രിയെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഉപ്പുമാവും, ഇനി ചായ വെക്കണം, ചോറിനുള്ള വെള്ളം വെക്കണം, പിള്ളേർക്കുള്ള സ്നാക്സ് പാക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് അവരുടെ സ്കൂളിൽ സ്കൂൾ പാർട്ടിയാണ്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടലൊന്നുമല്ല, സ്വീറ്റ്സ് അവർ ഷെയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെഗ്മെൻ്റാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പട്ടികളെയൊക്കെ അഴിച്ചു വിട്ടിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലത്തെ ചോറിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് വെന്ത് കഴിയുമ്പോൾ അതിലൂടെ തിളപ്പിച്ച് ചൂറ്റി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം പരിപാടിയിലേക്ക് കിടക്കാം, ഇല്ലെങ്കിൽ ഡിലേ ആവും. ഇന്നലത്തെ പോലെ തന്നെ നല്ല ടൈമിംഗ് ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. സബോള, ഇഞ്ചി, പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഇപ്പം കിട്ടുന്ന സബോളയ്ക്കാണ് ഒടുക്കത്തെ എരിവാണ്. കണ്ണിൽ കൂടെയൊക്കെ വെള്ളവും ഉള്ളിക്കൂടെ വെള്ളമൊക്കെ വരികയാണ്. അപ്പോൾ ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഡാഡി എഴുന്നേറ്റ് വരാൻ സമയമായിട്ടുണ്ട്. അതിന് മുമ്പ് ചായ വെക്കാം. നിങ്ങൾക്കൊക്കെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം, ഇങ്ങനെ ഒന്നും തൊടാതെ ഇരിക്കുന്ന വിട്ടുവിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം? എനിക്ക് ആർക്കും ഇവിടെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. ഡിമ്പിളും ഇഷ്ടമാണ് കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ്. ചേട്ടന് ഉപ്പുമാവേ ഇഷ്ടമില്ല. പിന്നെ കുഴഞ്ഞിരിക്കാത്തതിന്റെ പേരിലും കഴിക്കണം. കുഴച്ചു കൊടുത്താൽ കഴിക്കില്ല. എന്താല്ലേ, പണ്ട് ഞാൻ ഉപ്പുമാവേ കഴിക്കില്ലായിരുന്നു. ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊഴില്ല, എനിക്ക് ഇഷ്ടമില്ല. പിന്നെ കല്യാണത്തിന് ശേഷമായിരിക്കും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോ വല്ലാത്ത മരമായി പേര്. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഉപ്പുമാവ് കഴിക്കും. എന്താണ്, ഞാൻ ഇടയ്ക്ക് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, നീ വല്ലാണ്ട് മാറിപ്പോയി. കുറച്ചധികം ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പിള്ളേർക്കും സ്കൂളിൽ കൊണ്ടുപോകണം, നമുക്ക് 5 പേർക്ക് കഴിക്കുകയും വേണം. ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായ കുടിച്ചെടുക്കാം. ഇങ്ങനെ ഒരു ദിവസം ഞാൻ ചായ അരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് തെറിച്ച് എൻ്റെ വയറിൻ്റെ മുകളിലോട്ട് വീഴും. നല്ല സുഖമായി.
എന്തെല്ലാം തിരിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ആദ്യം ഇവിടെ എല്ലാവർക്കും പദമായി ഇതിങ്ങനെ ആക്കിയിട്ട് അച്ഛന് വരും. ആവശ്യത്തിനനുസരിച്ചൊന്ന് എടുത്തിട്ട് പോകും. ഡാഡി ഞാനും ആദ്യം എടുക്കാറ്. ഡാഡിയോട് ഞാൻ പറഞ്ഞു, കുറച്ച് നാളായിട്ട് പറഞ്ഞിട്ടില്ല, ചായയും എല്ലാം കൂടെ രാവിലെ കുടിക്കല്. കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചായ, ഇതിലോട്ട് ചായയിലേക്ക് മാത്രം സ്വിച്ച് ചെയ്തു. നിങ്ങളാരും എണ്ണിട്ടെങ്കിൽ കുടിക്കട്ടോ. എനിക്കൊരു ചായ മതി. എനിക്ക് ചോറ് കുക്കറിൽ വെച്ചു. ഇനി ഉപ്പുമാവ് മേക്കിംഗ് ടൈമാണ് കേട്ടോ. സമയം 7:15. ഒരുവിധം റെഡിയായി. ഇനി ഉപ്പുമാവ് കൂടെ റെഡി ആയാൽ മതി കേട്ടോ. ഉപ്പുമാവിനുള്ള പണികൾ പകുതിയായി കേട്ടോ. ചോറ് ഒന്നും ആയിട്ടില്ല. സമയം 7:30. വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാം. പറയുമ്പോൾ തിളക്കില്ല സാധനം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ടൈമറിൽ ഇട്ടപ്പോൾ സ്ലിപ്പായതാണ് ഗൈസ്. ഒരു 4 മിനിറ്റ് ഇട്ടാൽ അതവിടെ ഒന്ന് ആയിക്കോളും. സിമ്മിലാണ് കേട്ടോ. ഡാഡി ഉപ്പുമാവ് കഴിക്കാൻ പോകണോ? പറയും എന്നെ ഇഷ്ടാന്ന് പറയും. എന്നെ ഇഷ്ടാന്ന് ഘോരം പറയും. ഏതമ്മേനെ? ഈ അമ്മയുടെ പേരെന്താ? ഷോ എനിക്ക് വയ്യ എൻ്റെ മാതാവേ. ശരിക്കും ഇഷ്ടാണോ? ഡിവൈനെയാണോ ഡാഡിനെയാണോ ഇഷ്ടം? ഡോണിനെയാണോ ഡിവൈനെയാണോ ഇഷ്ടം? ഡോണിനെയാണോ ഡിവൈനെയാണോ ഇഷ്ടം? എടാ ബുദ്ധിമാനേ, ഡാഡി കേക്കണ്ട കേട്ടാ. ഡാഡിയുടെ പേരെന്താ ബച്ചു? ടോണിയോ? മമ്മിയുടെ പേരോ? പിന്നെ ഡാഡിയുടെ പേരോ? മമ്മിയുടെ പേരോ? ഇതാണോ മമ്മി? അമ്മയുടെ പേരെന്താ? പറ. ആ ഇത് ഡിംപിൾ റോസ്. ഗുഡ് മോർണിംഗ് പറയേ. തോമുവിൻ്റെ കൂടെയാണോ ഇന്നലെ കിടന്നത്? എന്തിനാ തോമുവിനെ ഇങ്ങനെ കിടത്തുന്നതെന്ന്? നിങ്ങൾ എന്തിനാ നീ സ്ലീപ്പ് ഓവർ ചെയ്യുന്നതെന്ന്? കാക്കാ എങ്ങനെയാ പറയാ? അത് 10ാം ക്ലാസ്സിൽ ജയിക്കുമ്പോ ഇതുപോലത്തെ ഫോൺ പോരെ? ആ ബർത്ത്ഡേക്ക് എന്തിട്ടാ വേണ്ടേ? നീ പോടാ അവിടുന്ന്. നീ പോടാ പൊട്ടപ്പല്ല. ബൈ പറ. ബൈ പറടാ ചപ്പറപ്പല്ല. ആ വാങ്ങിച്ചു തരാം. ബൈ പറ. ബൈ ഗൈസ്.